ഈ പിണറായി സർക്കാർ കാരണം മറ്റൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടി നാണം കെട്ട് കാല് പിടിച്ച് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വന്ന ഒരു ദുരന്ത കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണേണ്ടി വന്നത്. മുഹമ്മദ് ഹനീഷ്, മുൻ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ നേരിട്ട് ഹാജരായി എല്ലാം എൻ്റെ തെറ്റാണ്, ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം, എൻ്റെ മാത്രം പിഴയാണ്, സർക്കാരിൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു, അതിനിപ്പോൾ ഞാൻ എനിക്കതിനകത്ത് ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ള രീതിയിൽ, അതെന്താ ഓർഡർ വായിക്കാൻ അറിയത്തില്ലായിരുന്നോ എന്ന് ഹൈക്കോടതി പരിഹസിച്ചു. ഞാൻ ഹൈക്കോടതി പറഞ്ഞു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഇങ്ങോട്ട് ഉടായ്പ കാണിക്കരുതെന്ന് പറഞ്ഞു ഹൈക്കോടതി. അതായത് തോട്ടണ്ടി ഇറക്കുമതി എന്നാ നടന്നതെന്ന് ചോദിച്ചാൽ 2005 തൊട്ട് 2015 വരെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയൊക്കെ കാലത്ത് നടന്നിട്ടുള്ള തോട്ടണ്ടി ഇറക്കുമതിയിൽ വൻ അഴിമതി നടന്നു. ഈ തോട്ടണ്ടി ഇറക്കുമതി കേസിൽ ചെയർമാനായിരുന്ന ചന്ദ്രശേഖരനും ഡോക്ടർ രതീഷ് എം ഡി ആയിരുന്നു. ഡോക്ടർ രതീഷ്, അത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പിന്നെ ഇതിന്റെ കരാറുകാരൻ, ഈ 3 പേരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് ചോദിച്ചത്. അത് CBI ചോദിച്ചു സർക്കാരിനോട്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുള്ളതിനാൽ സർക്കാരിന്റെ സ്ഥാപനം തന്നെയാണല്ലോ, സർക്കാർ അനുമതി ചോദിച്ചു. പിണറായി വിജയൻ എന്ത് വന്നാൽ കൊടുക്കില്ല. കാരണം ഈ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസ് നേതാവായിട്ടുള്ള R ചന്ദ്രശേഖരൻ പിണറായിയുടെ ഒക്കച്ചങ്ങായി എന്നല്ല, പിന്നെ ആത്മമിത്രമാണ്. ഈ ആത്മമിത്രത്തെ ഒരു കാരണവശാലും പിണറായി കൈവിടില്ല, ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രിയായിരുന്ന P രാജീവും, അതായത് കഴിഞ്ഞ സർക്കാർ, അന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഹനീഷും, 2 പേരും പിണറായി വിജയനെ നേരിട്ട് കണ്ടു പറഞ്ഞു, ഇത് നമുക്ക് പൊലിവാലാകും, നമ്മൾ ഇയാളെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, CBI അന്വേഷിച്ച് കണ്ടുപിടിച്ചു, കുറ്റപത്രവും സമർപ്പിച്ചു, ഇനി പ്രോസിക്യൂഷൻ അനുമതി വേണം, വിചാരണ നടക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ പറ്റൂ, അത് എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ, എന്നാൽ പിന്നെ നമുക്കിത് കൊടുക്കാം. ഒരു കാരണവശാലും അദ്ദേഹത്തെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, വേട്ടയാടാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്താണെങ്കിലും ശരി, ഹൈക്കോടതിയെ സമീപിക്കുന്നു. പരാതിക്കാരനായിട്ടുള്ള കടകംപള്ളി മനോജ് 508 കോടി രൂപയുടെ തോട്ടണ്ടി അഴിമതിയാണ്. ആദ്യം അന്വേഷിച്ചത് സംസ്ഥാന വിജിലൻസ്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്രയും വലിയ തുക അഴിമതി നമ്മൾ ആദ്യം സംസ്ഥാന വിജിലൻസ് ആണ്. സംസ്ഥാന വിജിലൻസിലെ ഉദ്യോഗസ്ഥൻ ജ്യോതികുമാർ, അന്നത്തെ CI ആയിരുന്ന ജ്യോതികുമാർ അന്വേഷിക്കുന്നു. ജ്യോതികുമാർ അന്വേഷിച്ച് ഈ അഴിമതി കണ്ടുപിടിക്കുന്നു. പക്ഷേ ജ്യോതികുമാറിനെ മാറ്റുന്നു. അതിനുശേഷം അയാളെ കള്ളക്കേസിൽ കുടുക്കി സസ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തി. ഇപ്പോൾ കോട്ടയത്തിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ പുതിയ സർക്കാർ കയറിയതോടെ അദ്ദേഹത്തിൻ്റെ ഫയലുകളൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ അറിഞ്ഞു. അദ്ദേഹത്തിന് പ്രൊമോഷനുള്ള ഫയലുകളൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയാൽ മതി. ഇയാൾ ചവിട്ടിക്കൂട്ടി വെച്ചിരുന്ന എന്താണ്, പിണറായി വിജയൻ്റെ 2 കേസുകൾ, ഒന്ന് KFC, ഒന്ന് ഇത്, ഈ 2 കേസുകൾ, ഈ രണ്ട് കേസുകൾ അന്വേഷിച്ചു. ഈ 2 കേസിലെയും അഴിമതി അദ്ദേഹം കണ്ടുപിടിച്ചു, ജ്യോതികുമാർ കണ്ടുപിടിച്ചു. അതിന് ജ്യോതികുമാറിനിട്ട് പണി കൊടുത്തു, അങ്ങനെ ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തി. പക്ഷേ വീണ്ടും പരാതിക്കാരനായിട്ടുള്ള കടകംപള്ളി മനോജ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. CBI അന്വേഷണം അനുവദിക്കുന്നു. CBI അന്വേഷിച്ച് കണ്ടെത്തുന്നു, ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു, ഇത്ര കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു, ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ചോദിക്കുന്നു. അത് കൊടുക്കുന്നില്ല. ഓരോ തവണയും ഹൈക്കോടതി അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വിധിക്കുന്നു. വിധിച്ചിട്ട് പോലും ഇതിന് കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. പിണറായി വിജയന്റെ മാത്രം താല്പര്യമായിരുന്നു കൊടുക്കില്ല എന്നുള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ ഈ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ ഉദ്യോഗസ്ഥനെ അനുസരിക്കാനേ പറ്റുള്ളൂ. അവസാനം കോടതി കയറി നിൽക്കേണ്ടി വരുന്നത് എപ്പോഴും ഉദ്യോഗസ്ഥനായിരിക്കും. അല്ല, ഹൈക്കോടതിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി ഓരോ തവണ വിളിക്കുമ്പോഴും ഇയാൾ ഹാജരാകാതിരിക്കുക. അവസാനം പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് കയറാൻ സർക്കാരിനോടല്ല അവർ ചോദിക്കുന്നത്. ഇപ്പം ഹൈക്കോടതിയുടെ രീതി എന്താണ്? സർക്കാരിനോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. വ്യവസായ വകുപ്പിന് കിട്ടേണ്ട അഴിമതിക്ക് വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോടാണ് അനുമതിക്ക് ആവശ്യപ്പെടുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് കോടതി ചെയ്യുന്നത്. പക്ഷേ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് അനുമതി കൊടുക്കാൻ ഇവർ അനുവദിക്കുകയില്ല. പിണറായി വിജയൻ സമ്മതിക്കില്ല. കാരണം പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ബന്ധുവായി മാറി. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിരാഹാരം സെക്രട്ടറിന് മുന്നേ കിടന്നപ്പോൾ നാരങ്ങ നീര് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അതെ, അത്ര ആത്മബന്ധമാണ്. ഒരു കോൺഗ്രസ്സുകാരനെ കിട്ടിയില്ല നാരങ്ങ നീര് കൊടുക്കാൻ. ഒടുവിൽ കോടതിക്ക് ദേഷ്യം വന്നു. കോടതിയുടെ മുന്നിൽ ഉരുണ്ട് കളിക്കുകയാണ്, കോടതിയെ വെച്ച് നാടകം കളിക്കുകയാണ്. കോടതിക്ക് ദേഷ്യം വന്നു. കോടതി പറഞ്ഞു, കഴിഞ്ഞ സിറ്റിംഗിൽ കോടതി പറഞ്ഞു ഇയാൾ വന്നില്ല, മുഹമ്മദ് ഹനീഷ് എന്നില്ല, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഞാൻ വാറണ്ട് പുറപ്പെടുവിക്കും എന്ന് ജഡ്ജി പറയുന്നു. കോടതി വാറണ്ട് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞതോടെ കുടുങ്ങി. പക്ഷേ എന്ത് സംഭവിച്ചു? ഇയാൾ ഇന്ന് കോടതിയിൽ ഹാജരായി. അദ്ദേഹത്തിന് സമസ്താപരാധങ്ങളിൽ ഏറ്റു പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു.
സർക്കാരിന്റെ കുഴപ്പമാണെന്നുള്ളത് കൃത്യമായിട്ട് അത് കോടതിക്കും അറിയാം. കോടതിക്കും അറിയാം, പക്ഷെ അതിന് പ്രൊസീജിയർ ഉണ്ടല്ലോ, അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. സർക്കാരിന്റെ ഇതെന്ന് പറഞ്ഞാൽ സർക്കാരിൽ ഇത് ഭരണ നിർവഹണം നടത്തേണ്ട ആളെന്ന് പറയുന്നത് ഇയാളാണ്. അപ്പോൾ അയാൾ കയ്യും കാലും പിടിച്ച് മാപ്പ് പറയുന്നു, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു, പുതിയ ആളാണ്, ഞാനല്ല. അപ്പോൾ ജൂലൈ 2-നകം പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കണം. കൊടുത്തതിന് ശേഷം അതിന്റെ ഉത്തരവ് കോടതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകുമെന്നുള്ളത് അത് ഒപ്പിട്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഒപ്പിട്ടു, സതീശൻ അതിനകത്ത് ഒപ്പിട്ടു എന്നാണ് അറിഞ്ഞത്. അത് മാത്രമല്ല, മന്ത്രിസഭയ്ക്ക് ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെയാണ് സതീശൻ രക്ഷപ്പെട്ടത്. ഹൈക്കോടതി ഒറ്റ നിലപാടാണ്, ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹം ഒറ്റ നിലപാടിൽ നിൽക്കുകയാണ്. ഇത് കിട്ടിയേ പറ്റൂ, പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയേ പറ്റൂ. കാരണം കോടതി മേൽനോട്ടത്തിൽ ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തുന്നുണ്ടായിരുന്നത്, ഒരുപക്ഷെ അത് കഴിഞ്ഞോന്ന് അറിഞ്ഞുകൂടാ, എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് വേറെ വഴിയില്ല. എന്ത് പത്രസമ്മേളനം, ഇത് സർക്കാരിന്റെ ഏജൻസിയാണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയാണ്, കേന്ദ്ര ഏജൻസിയാണ് CBI എന്ന് പറയുന്നത്. CBI കണ്ടെത്തിയതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ തെളിയിക്കൂ. അഴിമതിയിൽ 500 കോടി എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണ്. അതെ, അത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത് കശുവണ്ടിപ്പരിപ്പ് വിറ്റതുണ്ട്, കശുവണ്ടിപ്പരിപ്പ് വരുത്തിയതുണ്ട്, കൈമാറ്റം നടത്തിയതുണ്ട്, എല്ലാം കൂടെ പരിശോധിച്ച് വരുമ്പോൾ അതൊരു വലിയ ഒരു അഴിമതിയുടെ കുഞ്ഞഴിമതിയൊന്നുമല്ല, വലിയ അഴിമതിയാണ്. പുതിയ മന്ത്രിസഭ വന്ന പശ്ചാത്തലത്തിൽ എല്ലായിടത്തും ആർ ചന്ദ്രശേഖരൻ സ്വന്തം ഫോട്ടോയും VD സതീശന്റെ പടവും വെച്ച് ഫ്ലക്സൊക്കെ വെച്ചിരുന്നു അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്. പിന്നെ VD സതീശൻ പങ്കെടുത്ത ചടങ്ങുകൾക്ക് അദ്ദേഹം ഇടിച്ചു കയറി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ചർച്ചകൾ പറഞ്ഞത് ഇതൊക്കെ സെറ്റിൽ ആവുമായിരിക്കും, നമ്മളങ്ങനെയാണ് കരുതിയത്. പക്ഷേ VD സതീശൻ ഇനി അഥവാ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക, നടക്കത്തില്ല. ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയല്ലേ, കോടതി ഇടപെട്ട് കഴിഞ്ഞു, ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞു, പിന്നെ ഇനി നടത്താൻ പറ്റില്ല. കേസ് അന്വേഷിച്ച കേന്ദ്ര സർക്കാർ CBI ആണ്. അപ്പം അത് ഇയാൾ INTUC നേതാവായിരിക്കുമ്പോൾ 2 വോട്ടും കൂടെ ഒത്തുപിടിച്ചു. അത് കേരളത്തിലെ കോൺഗ്രസ് സർക്കാരും എനിക്ക് തോന്നുന്നത് ഇളമരം അദ്ദേഹത്തിന് സ്വന്തം ആളാണല്ലോ, ഇളമരം പിണറായിയുടെ ആളാണ്. അതെ, ഇളമരം മുഖേനയാണ് പിണറായിയുമായിട്ട് ഇയാൾ അടുത്തതെന്ന് പറയുന്നത്. പക്ഷേ ഇത് എൻ്റെ ബലമായ വിശ്വാസമൊന്നുമല്ല, ഇതിനകത്ത് വലിയ കോഴക്കളി നടന്നിട്ടുണ്ട്. നടന്നാണല്ലോ. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പിണറായി വിജയൻ അയാളെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ്? അതായത് പിണറായി വിജയന്റെ സർക്കാരിലെ ഒരാൾക്കും താല്പര്യമില്ലാത്ത കേസ്. അതെനിക്ക് തോന്നുന്നത് കേരളത്തിലെ 2ാം മന്ത്രിസഭ എന്ന കൊള്ള സംഘത്തിന് ആവശ്യമുള്ളവർക്കെല്ലാം പൈസ കൊടുത്താണ്. അതാണ് കൊള്ള സംഘം ആയിരുന്നുണ്ട്, അവർക്ക് കൊള്ള പങ്ക് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുത്താൽ പ്രശ്നം തീരുമായിരുന്നു. വാങ്ങിച്ചും കാണും, 2 നീട്ടി വാങ്ങിച്ചാണ്. എന്തായാലും സത്യസന്ധനായ ഒരു IAS ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ഹനീഷ് വലിയ കളങ്കമൊന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഒക്കെ ആയിട്ട് എറണാകുളം കളക്ടറായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് മോശം ഒരു ട്രാക്ക് റെക്കോർഡ് എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഹൈക്കോടതിന് മുമ്പിൽ ഹാജരായി മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു പിണറായി വിജയൻ. ഇത്തവണ വീണ്ടും 3ാമത് പിണറായി വിജയൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇയാൾ സമ്മതിക്കത്തില്ലായിരുന്നു. തീർത്തും കോടതിയിൽ പറഞ്ഞു, പലതവണ കോടതിയിൽ എതിർത്തതാണ്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എതിർപ്പ് വന്നതാണ്. പക്ഷേ അതിനൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി പറഞ്ഞ ഒറ്റ സ്റ്റാൻഡിലാണ്, അത് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തേ പറ്റൂ. എന്തിന് നിങ്ങൾ ഭയക്കുന്നു? പ്രോസിക്യൂഷൻ എന്തിനാണ് ഭയക്കുന്നത്? ചുമ്മാതൊരു പ്രോസിക്യൂഷൻ അല്ലല്ലോ. പിണറായി സംഘത്തിന് മടിയിൽ കനമില്ലല്ലോ, കണ്ടെത്തിയതല്ലേ, അഴിമതി എന്തിന് P. രാജീവായിരുന്ന വ്യവസായ മന്ത്രി അടക്കം പറഞ്ഞു, ഇത് നമ്മൾ എന്തിനു പിടിക്കണം, ഇത് എവിടെയോ കോൺഗ്രസ്സുകാരന് വേണ്ടി നമ്മൾ എന്തിനു നാറണമെന്ന് ചോദിച്ചതാണ്. എന്താണെങ്കിലും ആ കാര്യം ശുഭപര്യാവസായി ആകുന്നു. ഈ പറയുന്ന പിണറായിയുടെ ഒക്കച്ചങ്ങായി R. ചന്ദ്രശേഖരനും രതീഷും കശുവണ്ടിയുടെ കരാറെടുത്തയാളും ഒക്കെ തന്നെ ഇനി വിചാരണ നേരിടുകയാണ്, അകത്ത് പോകേണ്ടി വരും. അഴിമതി നിരോധന നിയമപ്രകാരമുള്ളതാണ്. സകലമാന തെളിവുകൊണ്ട് കൃത്യം തെളിവ് ജ്യോതികുമാർ എന്ന് പറഞ്ഞ CI അന്ന് കണ്ടെത്തിയതാണ്. അത് തന്നെയാണ് ഇപ്പോൾ CBIയുടെ കയ്യിലുള്ളത്. കൃത്യമായിട്ടും അത് വിചാരണ നേരിട്ട് നിയമം കൃത്യമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഹൈക്കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഇത് എന്തൊക്കെ സംഭവിക്കുമായിരുന്നു. കോടതി ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷം നമ്മളെ ഭൂമിയിൽ കാണുമായിരുന്നു. ഇവരെന്തെല്ലാം ചെയ്തതാണ് എല്ലാവരും.